ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് സെന്റൻസുകളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പാസ്റ്റിൽ പറയാനായിട്ടും അതുപോലെ ഒരു വസ്തു കാണുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മൾ തോന്നുന്നു, അതുപോലെ നമ്മൾ സങ്കല്പം പറയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് സെന്റൻസുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിഷ്ടപ്പെടുമ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കാട്ടോ. അപ്പോൾ നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. ഇപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാറുണ്ട് അല്ലേ? കിച്ചണിലൊക്കെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്ന് പുട്ടുണ്ടാക്കി. ഒരു പാസ്റ്റ് സെന്റൻസ് ആണല്ലോ. ഐ മേഡ് പുട്ട്. പുട്ടിന് വേറൊരു ഇംഗ്ലീഷ് വാക്കൊന്നുമില്ല കേട്ടോ. ഐ മേഡ് പുട്ട്. ഞാൻ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി എന്ന് പറയുകയാണെങ്കിൽ ഐ മേഡ് ഉപ്പുമാവ്. ഇങ്ങനെ വേണം പറയാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ്, ഞാൻ കറി ഉണ്ടാക്കി. സിമ്പിൾ ആണ്. ഐ മേഡ് കറി. അവസാനം ഒരുപാട് വെറൈറ്റി സെന്റൻസുകൾ ഉണ്ട് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. അപ്പോൾ ഐ മേഡ് കറി. ഓക്കെ, നെക്സ്റ്റ്, ഞാൻ ചായ ഉണ്ടാക്കുകയാണ്. ഇതിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഞാൻ ചായ ഉണ്ടാക്കുകയാണ്. ഐ ആം മേക്കിംഗ് ടീ. ഐ ആം മേക്കിംഗ് ടീ. ഞാൻ ചായ ഉണ്ടാക്കുകയാണ്. നെക്സ്റ്റ്, എനിക്ക് ഉച്ചക്കത്തേക്ക് ലഞ്ച് ഉണ്ടാക്കണം. ഇത് നമുക്ക് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് ഉച്ചക്കത്തേക്ക് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വേണ്ടി ലഞ്ച് ഉണ്ടാക്കണം. എങ്ങനെ പറയാം? ഇവിടെയാണ് നമ്മൾ ഹാവ് ടു അല്ലെങ്കിൽ നീഡ് ടു ഒക്കെ യൂസ് ചെയ്യേണ്ടത്. സോ ഐ ഹാവ് ടു മേക്ക് ലഞ്ച് ഫോർ ദ ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഐ ഹാവ് ടു മേക്ക് ലഞ്ച് എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. ഇനി ഉച്ചക്കത്തേക്ക് വേണ്ടി എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഫോർ ദ ആഫ്റ്റർനൂൺ എന്നും കൂടി ആഡ് ചെയ്താൽ വളരെ ഫ്ലുവൻ്റ് ആയിരിക്കും. അപ്പൊ ഇത് നീഡ് യൂസ് ചെയ്ത് എങ്ങനെയാ പറയാ? ഐ നീഡ് ടു മേക്ക് ലഞ്ച് ഫോർ ദ ആഫ്റ്റർനൂൺ. ഇങ്ങനെയും പറയാം. ഹാവ് ടു യൂസ് ചെയ്തും പറയാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, ഇന്ന് വേഗം ഫുഡ് ഉണ്ടാക്കണം. ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ, ഇന്ന് വേഗം ഫുഡ് ഉണ്ടാക്കണം. ഇതും നമ്മുടെ ഒരു നിർബന്ധ ഘട്ടമാണ് അല്ലെങ്കിൽ ആവശ്യമാണ്. ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാവ് ടു, നീഡ് ടു യൂസ് ചെയ്യാം. ഐ ഹാവ് ടു മേക്ക് ഫുഡ് ക്വിക്കിലി. ഐ ഹാവ് ടു മേക്ക് ഫുഡ് ക്വിക്കിലി. ഇന്ന് എനിക്ക് വേഗം ഫുഡ് ഉണ്ടാക്കണം. നേരത്തെ പറഞ്ഞ പോലെ നീഡ് യൂസ് ചെയ്തും പറയാം കേട്ടോ. നെക്സ്റ്റ്, ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല. ഒരു നെഗറ്റീവ് സെന്റൻസ് ആണല്ലോ. ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല. എങ്ങനെ പറയാ? ഐ ഡിഡിൻ മേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ. ഐ ഡിഡിൻ മേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ. ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല. നെക്സ്റ്റ്, ഇന്ന് എന്താ ഫുഡ് ഉണ്ടാക്കുക? നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് അല്ലെ? ഇന്ന് എന്താ ഫുഡ് ഉണ്ടാക്കുക? ലഞ്ചിനായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും ഒക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. ഇന്ന് എന്താ ഫുഡ് ഉണ്ടാക്കുക? വാട്ട് ഫുഡ് ഷുഡ് ഐ മേക്ക് ടുഡേ? വാട്ട് ഫുഡ്, എന്ത് ഫുഡാണ് ഷുഡ് ഐ മേക്ക് ടുഡേ ഇന്ന് ഉണ്ടാക്കുന്നത്? ഓക്കെ, ഇപ്പം തലേ ദിവസം നൈറ്റിലൊക്കെ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ളതാണ്. നാളെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക? നാളെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക? എങ്ങനെ ചോദിക്കാം? വാട്ട് ഷുഡ് ഐ മേക്ക് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുമോറോ? വാട്ട് ഷുഡ് ഐ മേക്ക് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുമോറോ? നാളെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുക? ഓക്കെ, നെക്സ്റ്റ്, ഇന്നലെ പുട്ടുണ്ടാക്കിയത് ബാക്കിയുണ്ട്. ഇന്നലെ ചോറുണ്ടാക്കിയത് ബാക്കിയുണ്ട്. ഇന്നലെ കറി ഉണ്ടാക്കിയത് ബാക്കിയുണ്ട്. ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ. ഇന്നലെ പുട്ടുണ്ടാക്കിയത് ബാക്കിയുണ്ട്. എങ്ങനെ പറയാൻ നമുക്കറിയാം. ഈ ബാക്കി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ പറയുന്നത് ഇതാണ്, ഇന്നലെ പുട്ടുണ്ടാക്കിയത് ഇപ്പോഴും ബാക്കിയുണ്ട് എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ്. എസ്റ്റർഡേസ് അല്ലെ? എസ്റ്റർഡേസ് എന്താ? ഇന്നലെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം എസ്റ്റർഡേസ് ഫുഡ് ഈസ് സ്റ്റിൽ ലെഫ്റ്റ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുണ്ട് എന്നാണ് കേട്ടോ. എസ്റ്റർഡേസ് ഫുഡ് ഈസ് സ്റ്റിൽ ലെഫ്റ്റ്. ഇന്നലത്തെ പുട്ട് ഇപ്പോഴും ബാക്കിയുണ്ട്. ഓക്കെ, ഇനിയും നമ്മൾ ഓരോരോ ഭക്ഷണം കഴിക്കുന്ന രീതിയാണ്. ഞാൻ ഉപ്പുമാവിൽ പപ്പടം കൂട്ടാറില്ല അല്ലെങ്കിൽ ചേർക്കാറില്ല അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പം അത് ഉപയോഗിക്കാറില്ല എന്നാണ്. അപ്പം ഞാൻ ഉപ്പുമാവിൽ പപ്പടം കൂട്ടാറില്ല. എങ്ങനെ പറയാ? അങ്ങനെ ഒരു പതിവില്ല. സോ ഐ ഡോണ്ട് യൂഷ്വലി ഹാവ് പപ്പടം. ഞാൻ പപ്പടം കഴിക്കാറില്ല അല്ലെങ്കിൽ കൂട്ടാറില്ല വിത്ത് ഉപ്പുമാവ്, ഉപ്പുമാവിന്റെ കൂടെ. ഓക്കെ, ഇവിടുത്തെ ഹാവ് എന്ന് പറയുന്നത് കഴിക്കുക എന്നാണ്. ഐ ഡോണ്ട് യൂഷ്വലി ഹാവ് പപ്പടം വിത്ത് ഉപ്പുമാവ്. ഓക്കെ, ഇനിയിപ്പോ നേരെ തിരിച്ചു നമ്മൾ പറയാറുണ്ട്. പപ്പടം ഇല്ലാതെ ഞാൻ ഉപ്പുമാവ് കഴിക്കാറില്ല എന്നും പറയാറുണ്ട് അല്ലെ? പപ്പടം ഇല്ലാതെ ഞാൻ ഉപ്പുമാവ് കഴിക്കാറില്ല. എങ്ങനെ പറയാം? ഐ ഡോണ്ട് ഈറ്റ് ഉപ്പുമാ വിത്തൗട്ട് പപ്പടം. ഐ ഡോണ്ട് ഈറ്റ് അല്ലെങ്കിൽ ഹാവ്. ഐ ഡോണ്ട് ഈറ്റ് ഉപ്പുമാ വിത്തൗട്ട് പപ്പടം. പപ്പടം കൂടാതെ ഞാൻ ഉപ്പുമാവ് കഴിക്കാറില്ല. ഓക്കെ, രാവിലെ കത്തി കാണാത്തത് കൊണ്ട് ഞാൻ പച്ചക്കറി അരിഞ്ഞില്ല. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച വീഡിയോയിൽ നമ്മൾ വ്യക്തമാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരു കാര്യം കാണുന്നില്ല അല്ലെങ്കിൽ കാണാത്തത് കൊണ്ട്, കഴിഞ്ഞു പോയതും
അപ്പം ഉള്ളതും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിലെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണാത്തവർ മസ്റ്റായിട്ടും കാണട്ടെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇതുപോലെയുള്ള വലിയ സെന്റൻസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. ഓക്കെ, അപ്പോൾ രാവിലെ കത്തി കാണാത്തത് കൊണ്ട് ഞാൻ പച്ചക്കറി അരിഞ്ഞില്ല. അപ്പൊ ഞാൻ പച്ചക്കറി അരിഞ്ഞില്ല. ഐ ഡിഡിൻ കട്ട് ദ വെജിറ്റബിൾസ് ബിക്കോസ് ഐ കുഡിൻ ഫൈൻഡ് ദ നൈഫ്. ഇവിടെ കുഡിൻ ഫൈൻഡ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. എന്താണ്? കാൻഡിന്റെ പാസ്റ്റ് ആണ് അല്ലെ. ഐ ഡിഡിൻ കട്ട് ദ വെജിറ്റബിൾസ് ഇൻ ദ മോർണിംഗ് ബിക്കോസ് ഐ കുഡിൻ ഫൈൻഡ് ദ നൈഫ്. അപ്പോൾ രാവിലത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത്, കഴിഞ്ഞു പോയ കാര്യമാണ്. അതുകൊണ്ട് കാൻഡ് ഫൈൻഡിന്റെ പാസ്റ്റ് ആയ കുഡിൻ ഫൈൻഡ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മൾ ആ വീഡിയോയിൽ വ്യക്തമാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ കത്തി കാണാത്തത് കൊണ്ട് ഞാൻ പച്ചക്കറി അരിഞ്ഞില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഡിഡിൻ കട്ട് ദ വെജിറ്റബിൾസ് ഇൻ ദ മോർണിംഗ് ബിക്കോസ് ഐ കുഡിൻ ഫൈൻഡ് ദ നൈഫ്. ഓക്കെ, എനിക്ക് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തോന്നിയില്ല. നമ്മൾ പഠിച്ചത് എന്താണ്? തോന്നുന്നില്ല എന്നുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ തോന്നിയില്ല എന്നുള്ള പാസ്റ്റും നമ്മൾ പറയാറുണ്ട്. എനിക്ക് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തോന്നിയില്ല. എങ്ങനെ പറയാ? അപ്പോ നമ്മൾ ഡോണ്ട് ഫീൽ ലൈക്ക് നമ്മൾ പഠിച്ചു അല്ലെ, തോന്നുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ പാസ്റ്റ് എന്താണ്? ഐ ഡിഡിൻ ഫീൽ ലൈക്ക്. ഐ ഡിഡിൻ ഫീൽ ലൈക്ക് എനിക്ക് തോന്നിയില്ല. ഐ ഡിഡിൻ ഫീൽ ലൈക്ക് ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ് ദിസ് മോർണിംഗ്. ഐ ഡിഡിൻ ഫീൽ ലൈക്ക് ഹാവിങ്. ഹാവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ING ഫോം എന്തിനാണ് പാസ്റ്റില് എന്നുള്ള തോട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഡിഡിൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെർബ്, മെയിൻ വെർബ് ഫീൽ നമ്മളവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഫീൽ ലൈക്ക് എന്നുള്ളത്. അത് കഴിഞ്ഞ് വരുന്നത് എപ്പോഴും ING ഫോമിലായിരിക്കണം. ഇതൊരു മെയിൻ വെർബ് അല്ല. സോ ഹാവിങ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം പാസ്റ്റിലായാലും പ്രസന്റിലായാലും ഒക്കെ ഫീൽ ലൈക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെർബ് ING ഫോമിലാണ് വരേണ്ടത്. ഐ ഡിഡിൻ ഫീൽ ലൈക്ക് ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ് ദിസ് മോർണിംഗ്. എനിക്ക് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തോന്നിയില്ല. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ആ വീഡിയോന്റെ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ കമന്റിലും പിൻ ചെയ്ത് വെക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ. കാരണം കാൺഡ് ഫൈൻഡ്, ഡോണ്ട് ഫീൽ ലൈക്ക്, അതുപോലെ തന്നെ ഫീൽ ലൈക്ക്, അങ്ങനെയുള്ള സീംസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്ത് നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് വലിയ സെന്റൻസ് നമ്മൾ ഡെയിലി ലൈഫിലുള്ള സ്പീക്കിങ്ങിലൊക്കെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അവൻ ഇന്ന് സ്കൂളിൽ പോകാൻ മറന്നു. അവൻ ഇന്ന് സ്കൂളിൽ പോകാൻ മറന്നു. അവനാണ് മറന്നത്. ഹി ഫോർഗോട്ട് ടു ഗോ ടു സ്കൂൾ ടുഡേ. ഹി ഫോർഗോട്ട് ടു ഗോ ടു സ്കൂൾ ടുഡേ. അവൻ ഇന്ന് സ്കൂളിൽ പോകാൻ മറന്നു. ഇനി അവനെ ആരും വിളിച്ചില്ല എന്നിങ്ങനെ പറയാ. അവനെ ആരും വിളിച്ചില്ല. നോ വൺ അല്ലെങ്കിൽ നോ ബഡി എന്നും യൂസ് ചെയ്യാം. ആരും എന്നുള്ളതിനൊപ്പം നോ വൺ കോൾഡ് ഹിം അല്ലെങ്കിൽ നോബഡി കോൾഡ് ഹിം. അവനെ ആരും വിളിച്ചില്ല. അവൻ ഇന്ന് ബസ്സില്ലെന്ന് പറഞ്ഞു. അവൻ ഇന്ന് ബസ്സില്ലെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ കാര്യമാണല്ലോ. സോ ഹി സെഡ് ദർ വാസ് നോ ബസ് ടുഡേ. ഹി സെഡ് അവൻ പറഞ്ഞു ദർ വാസ് നോ ബസ് ടുഡേ. ഇന്ന് ബസ്സില്ലെന്ന്. അപ്പൊ ഇവിടെ ദർ വാസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യമാണ്. ഹി സെഡ് ദർ വാസ് നോ ബസ് ടുഡേ. അവൻ ഇന്ന് ബസ്സില്ലെന്ന് പറഞ്ഞു. നെക്സ്റ്റ്, എനിക്ക് തോന്നുന്നു അവൻ ഇന്ന് സ്കൂളിൽ പോകാൻ മടിയാണെന്ന്. പഠിച്ചിട്ടുണ്ടല്ലോ ഈ കാര്യം. എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു തോന്നലാണ്, ഞാനൊരു ഗസ് ചെയ്ത് പറയും. ഇത് നമുക്ക് പല രീതിയിലും പറയാം കേട്ടോ. അപ്പം നമുക്കറിയാം അവന് മടിയുള്ളൊരു കൂട്ടത്തിലാണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ ഐ തിങ്ക് നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു രൂപത്തിൽ. അപ്പൊ ഇവിടെ ഇങ്ങനെ പറയാം, നമ്മൾ ചിന്തിച്ച് നമുക്കറിയാം അവന് മടിയാണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഐ തിങ്ക് ഹി വാസ് ലെസി ടു ഗോ ടു സ്കൂൾ. എനിക്ക് തോന്നുന്നു അവന് മടിയാണെന്ന്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് സീംസ് യൂസ് ചെയ്ത് അല്ലെ. നമ്മൾ ഗസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്കറിയില്ല അവന് മടിയുള്ള ആളാണ് മടിയുള്ള ആളല്ല എന്നുള്ളതൊന്നും. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ സീംസ് യൂസ് ചെയ്യേണ്ടത്. സീംസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ലെസി എന്ന് പറയാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല അവന് മടിയാണോ അല്ലേ എന്നുള്ളത്. നമ്മളൊരു ഡൗട്ടിന്റെ പുറത്താണ് പറയുന്നത്. അവിടെയാണ് നമ്മൾ സീംസ് യൂസ് ചെയ്യേണ്ടത്. ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്ന് കണ്ടു നോക്കുക. ഇറ്റ് സീംസ് he didn't want to go to school. It seems he didn't want to go to school. എനിക്ക് തോന്നുന്നു അവന് സ്കൂളിൽ പോകാൻ താല്പര്യമില്ലെന്ന് അല്ലെങ്കിൽ ആഗ്രഹമില്ലെന്ന്. ഈ ഒരു രീതിയിലാണ് നമ്മൾ സീംസ് യൂസ് ചെയ്യുമ്പോൾ പറയേണ്ടത്. കാരണം ലെസി അവിടെ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അത് നമുക്ക് മടി എന്നുള്ളത് അത് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സീംസ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണ്. ഇനി നിങ്ങൾക്കുള്ളൊരു സെന്റൻസ് തരാം. എൻ്റെ ചാവി കാണാത്തത് കൊണ്ട്
ഞാൻ ഇന്ന് ബൈക്ക് എടുത്തില്ല എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വീണ്ടും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാട്ടോ. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ആയിട്ട് ചോദിക്കുക. അപ്പൊ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.